ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഇപ്പോൾ സമയം ഒരു 7 മണിയായിട്ടുണ്ട്. ഞാൻ ടാക്സേഷൻ പഠിക്കാൻ വേണ്ടി ജനിച്ചതാണ്. നമുക്ക് ഈ 2 ആഴ്ചയും കൂടിയുള്ള എക്സാമിന് കുറേ പഠിക്കാനുണ്ട്. പഠിച്ചൊക്കെ മറന്നു പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തുടങ്ങാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:15 ഇനി നമുക്ക് പഠിക്കാൻ തുടങ്ങാം. എ സെക്ഷനും ബി സെക്ഷനും ഒക്കെ കുറച്ചേ ഉള്ളൂ, പക്ഷെ സി സെക്ഷൻ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. ഇത് മൊത്തം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല, കടൽ പോലെയാണ്. എയും ബിയും ഞാൻ തീർക്കും. ഇന്നും നാളെ ആയിട്ട് നമ്മൾ എയും ബിയും തീർക്കും. അതാണ് ഇന്നത്തെ പ്ലാന്. കാരണം ഓൾറെഡി കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആകെ ലേശം ബി സെക്ഷനും കൂടി ബാക്കിയുള്ളൂ. ഇതിൻ്റെയൊക്കെ വാറ്റിൻ്റെയും ഇൻകം ടാക്സിൻ്റെയും ബി സെക്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും എയും ബിയും ഞാൻ തീർത്തു. അത് കഴിഞ്ഞിട്ട് സി സെക്ഷനാണ് ഇനി ഭയങ്കര വലിയൊരു ടാസ്ക് ആയിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങാം. എയ്റ്റ് 8:30 ആകുമ്പോഴേക്കും ഫുൾ ടയേർഡായി. അപ്പം ഇനി ചായ കുടിച്ചിട്ട് ബാക്കിയാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ താഴെ പോയിട്ട് ചായ എടുത്തിട്ട് ഈ മാഗി ഇപ്പോൾ എപ്പോൾ നോക്കിയാലും വീട്ടിൻ്റെ അകത്താണ്. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാത്രി ആയാലും ഒക്കെ അത് ഈ നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ചായ കിട്ടിയാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഉഷാറാണ്. ഇനിയിപ്പോൾ ഒരു 9:15 9:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മാത്രമേ നീക്കുന്നുണ്ടാവുള്ളൂ. എനിക്കാണെങ്കിൽ ഭയങ്കര അലർജിയാണ്. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഭയങ്കര തുമ്മലും ചീറ്റലും കണ്ണൊക്കെ ചുവന്ന് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. ഇനിയൊന്ന് ആവി പിടിച്ചിട്ടാവാൻ ബാക്കിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലത്തെ സ്റ്റഡി സെഷനോട് തീർത്തു. ഒരു 9:30 ആയപ്പോഴേക്കും ഒരു ജലദോഷം ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഓഫീസിൽ പോകുന്നില്ല. ഉച്ചയ്ക്ക് ആണല്ലോ നമുക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഉച്ചയ്ക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും നേരം കൂടി ഇരുന്ന് പഠിക്കാം. അതിന് മുന്നേ ഞാൻ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് വരാം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ പ്രോട്ടീൻ പൗഡർ കഴിഞ്ഞു എന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ, അവതാറിൻ്റെ അൺഫ്ലേവേർഡ് വേ. അപ്പോൾ പെട്ടെന്ന് പോയി ഒരു കോഫി ഉണ്ടാക്കിയിട്ട് വരാം. ഭയങ്കര തലവേദന. ഇതാരേത്? ഇതിൻ്റെ ഒരു പരിപാടി എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോകും, നമ്മൾ കൊണ്ടുപോയാൽ അങ്ങോട്ട്. രാവിലെ നല്ല അടിപൊളി ചിക്കൻ കറിയും പുട്ടും ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ചിക്കൻ കറിയും പുട്ടും. ഇതുകൊണ്ടാണ് എനിക്ക് മെയിനായിട്ട് ഹോസ്റ്റലിലൊന്നും പോകാൻ ഇഷ്ടമല്ലാത്ത കേട്ടോ. അപ്പോൾ പുട്ടും ചിക്കനും ഒക്കെ എടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ബ്ലാക്ക് പാന്തർ കുറച്ച് കണ്ടുവച്ചിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി താഴ്ക്ക് പോയപ്പോഴാട്ടോ പറഞ്ഞത് ഇന്ന് ഇവിടെ ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ ഞാൻ വോട്ടർ ഐ ഡിയിൽ പേരും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വോട്ടർ ഐ ഡി ഇല്ല. സോ വോട്ട് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകി ഓഫീസിന് പോയാൽ മതി. കാരണം ഇന്നിവിടെയുള്ള എല്ലാ ഓഫീസുകളും നമുക്ക് വൈകിയാണ് തുറക്കുള്ളൂ. ഒരു 10-11 മണിയാകുമ്പോൾ തുറന്നിട്ട് പതുക്കെ പോയാൽ മതി. അപ്പോൾ നമ്മളേതായാലും ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. കാരണം ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർത്താലേ പഠിക്കാൻ ടൈം ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എനിക്കൊരു കരിക്കിൻ്റെ ജ്യൂസ് കൊണ്ടു തന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. പക്ഷേ സംഭവം സൂപ്പറാണ്. അതിൻ്റെ പൾപ്പായിട്ട് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. വാറ്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും എയും ബിയും കഴിഞ്ഞിട്ടുണ്ട്, എ സെക്ഷനും ബി സെക്ഷനും. അപ്പോൾ ഇനി നമുക്ക് ആകെ ഉള്ളത് വാറ്റ്. അത് ഞാൻ ഇന്ന് രാത്രി കൊണ്ട് തീർക്കും. പിന്നെ നാളെ കൊണ്ട് നമ്മൾ സി സെക്ഷനിലേക്ക് തുടങ്ങുകയാണ്. ഇന്നിപ്പോൾ ഡേറ്റ് 13-ാം തീയതിയാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 17 ദിവസം കൂടി ഉണ്ടാവും എക്സാമിന്. അപ്പോൾ അതിനുള്ളിൽ കടൽ പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് സി സെക്ഷൻ. എനിക്ക് കണ്ടിട്ട് തന്നെ കിളി പോയിട്ടിരിക്കുക. നമ്മൾ ഓരോ സെക്ഷനും ഒരു 10-20 പേജെങ്കിലും ഉണ്ടാവും ചെയ്യാൻ. എത്ര ക്വസ്റ്റ്യൻസ്, ഇത് മൊത്തം ഒന്നും ചെയ്യാൻ നടക്കില്ല. അപ്പോൾ എല്ലാ സെക്ഷനിൽ നിന്നും ഒരു 4-5 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. സോ ഇനി നമുക്ക് റെഡി ആയിട്ട് നേരെ ഓഫീസിൽ പോവാം. അപ്പോൾ ഓഫീസിലെത്തി. അവിടെ കുറച്ച് എൻട്രി ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് തീർത്തു. അപ്പോഴേക്ക് ഉച്ചയ്ക്ക് ലോഡ് വന്നു. അപ്പോൾ ലോഡ് വന്ന സാധനങ്ങൾ എടുത്തു കൊണ്ടുവന്നപ്പോൾ ഇന്ന് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. വലിയ പെട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ SBIയിലേക്കും അതേപോലെയുള്ള ഓഫീസുകൾക്കുള്ളതാണ്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് ഇന്നൊന്നുമില്ല. അപ്പോൾ ഇനി നാളെ കൊടുക്കാൻ പറ്റും. ഇന്ന് വർക്കിംഗ് ആയിട്ടുള്ള ഷോപ്പുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വന്ന് മെഡിക്കൽ സ്റ്റോറിലേക്കൊക്കെ വന്ന് ഞാൻ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ തിരിച്ചു വന്നിട്ട് പഠിക്കാൻ തുടങ്ങി. ഇവിടെ ഇരുന്ന് പഠിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. കാരണം ആ ചെയർ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ നമുക്ക് നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡിസ്റ്റർബ് ചെയ്യാനും ആരുമില്ല. നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് അവിടെ ഇരുന്ന് പഠിക്കാനാണ് ഒന്നും കൂടി വീട്ടിലിരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം. അപ്പോഴേക്കും കൊറിയർ അയക്കാനുള്ള ഒരാൾ കൊണ്ടുവന്നു. ആ പേപ്പറുള്ള ഭാഗത്ത് സ്റ്റിക്കറൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി വിടണം. എന്നിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ പോയി ചായ കുടിച്ച് ജിമ്മിലേക്ക് ഇറങ്ങി. അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് ഫുള്ള് ഞാൻ ഈ ടീഷർട്ട് തന്നെയാണോ എന്ന്. ഇത് ഞാൻ ഇന്നലെ പുതിയതായിട്ട് മേടിച്ചതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പുതിയ എന്തെങ്കിലും മേടിച്ചാൽ പിന്നെ എപ്പോഴും അതിനല്ലേ ഇടുള്ളൂ. അപ്പോൾ ഏതായാലും ഇനി ജിമ്മ് കഴിഞ്ഞിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ജിമ്മൊക്കെ തീർത്ത് വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങി ഒരു 6:45-7 മണിയൊക്കെ ആവുന്നതിന് മുന്നേ വീട്ടിലെത്തി. ഈ സാധനം ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. മധുരമില്ലാത്ത പാൽപ്പൊടീൻ്റെ പോലെ ഉണ്ട്.
പാൽപ്പൊടിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്, പക്ഷെ ഒരു മധുരമില്ല. ഞാനിതിന് മുന്നേ ഉപയോഗിച്ചത് ചോക്ലേറ്റ് ആയിരുന്നു, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അൺഫ്ലേവേർഡ് ആണെങ്കിലും ഒരു പാൽപ്പൊടിൻ്റെ ടേസ്റ്റ് ആയാലും ഉണ്ടാവുന്നു. കാരണം ചെറുപ്പത്തിൽ നമ്മളൊക്കെ പാൽപ്പൊടി കുറേ വാരി തിന്നിട്ടുള്ളതല്ലേ. ഇത് പൈസ കൊടുത്ത് വാങ്ങിയതായതുകൊണ്ട് ഇനി തിന്നാതിരിക്കാനും പറ്റില്ല, ഇതിനൊക്കെ നല്ല വിലയല്ലേ. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ഒരു 7:15 ആയപ്പോഴേക്കും പഠിക്കാൻ തുടങ്ങി. ബാറ്റ് കുറച്ചും കൂടി പഠിക്കാനുണ്ട്, അപ്പോൾ അതും കൂടി പഠിച്ചിട്ട് വേണം ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഇത് വായിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, നല്ല രസമാണ്. ഇതിരുന്ന് വായിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ട്, പക്ഷെ ചെയ്ത് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ വാറ്റിൻ്റെ തിയറി പഠിച്ചു. അപ്പോൾ ഇത് ക്ലാസ് കാണുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റും, അതേപോലെ തന്നെ ഇപ്പോൾ പഠിക്കുമ്പോൾ ഓർക്കാൻ പറ്റും എന്നല്ലാതെ പഠിച്ചും വായിച്ചും കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. കാരണം ഒരേപോലത്തെ 1000 കണക്കിന് കാര്യങ്ങളുണ്ട്. ഈ ഇൻകം ടാക്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് CGT ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇൻഹെറിറ്റൻസ് ടാക്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, അതിനൊക്കെ പുറമെ ഈ വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ട്. എല്ലാം ഏകദേശം സെയിം സാധനമാണ്, ചെറിയ ചെറിയ റേറ്റ് വ്യത്യാസം. അതേപോലെ തന്നെ ഒരേപോലത്തെ കാര്യം തന്നെ വേറെ വേറെ രീതിയിൽ വരുമ്പോൾ നമ്മളെങ്ങനെയാണ് അതൊക്കെ കൂടി ഓർത്ത് വയ്ക്കുക, അങ്ങനെ ഒരു ഡിഫിക്കൽറ്റിയാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി ഇതിൻ്റെ എയും ബിയും കൂടിയാണ് മെയിനായിട്ട് ചെയ്യാവുള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. A and B സെക്ഷൻ കേട്ടോ. C ഇതുവരെ തൊട്ടിട്ടില്ല, കാരണം കണ്ടിട്ട് തന്നെ കിളി പോയിട്ടിരിക്കുക, എത്രങ്ങാനോ കടൽ പോലെ കിടക്കുന്നുണ്ട്. ഇതൊന്നും ഫുള്ളായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ BPP എടുത്ത് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂന്ന് ഫ്രണ്ട്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ BPP ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് BPP ചെയ്യുന്നത് C സെക്ഷൻ മാത്രം. A and B ഞാൻ കപ്ലാൻ്റാണ് ചെയ്യുന്നത്, കാരണം അത് കുറേ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. C അങ്ങനെയല്ല, C കുറേ ഒരെണ്ണം ചെയ്യണമെങ്കിൽ തന്നെ 40-50 മിനിറ്റ് എടുക്കും, 1-2 ചെയ്ത് വരുമ്പോഴേക്കും. അപ്പോൾ അത്ര അധികമൊന്നും ചെയ്യാനുള്ള ടൈമിനില്ല. ആകെ ഇനി 15 ദിവസം കൂടിയല്ലേ മാക്സിമം കിട്ടും. നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഫ്രെയിം ശ്രദ്ധിച്ചോ? ഇത്രയും കാലം അതിൽ ഞാനും അച്ഛനും ഏട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് എഡിറ്റ് ചെയ്ത് ഞാൻ അമ്മേനും കൂടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രെയിം എങ്ങനെയുണ്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഒരുപാട് കാലം ആഗ്രഹിച്ച് നല്ലൊരു ആർട്ടിസ്റ്റിനെ കണ്ടുപിടിച്ച് ഉണ്ടാക്കിപ്പിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്തോളൂ. പിന്നെ അവരുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാ ലിങ്കോ വാട്സപ്പോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട്. എനിക്ക് ടെൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കുമ്പോഴോ ഒക്കെ ഈ താടിയിൽ ഇങ്ങനെ ചൊറിഞ്ഞ് ശീലമായെന്ന് തോന്നുന്നു. ഞാൻ ഈ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് നമ്മൾ തന്നെ പല കാര്യങ്ങളും നമ്മളിൽ വരുന്ന ചേഞ്ചസ് മനസ്സിലാക്കുക. സോ നിങ്ങൾ വല്ലപ്പോഴൊക്കെ നിങ്ങളുടെ വീഡിയോസ്, നിങ്ങൾ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്ന രീതി, ഇതൊക്കെ വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ ഒരു ഐഡിയ കിട്ടും. എന്തൊക്കെ കാര്യങ്ങൾ ശരിയാക്കണം, നിങ്ങളെ പുറത്തുനിന്ന് വേറൊരാളെ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് കുറച്ച് നേരം എന്തെങ്കിലും യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. എനിക്ക് മടുത്തു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ടിപ്സിൻ്റെ വീഡിയോസൊക്കെ കാണാം, ഒരു 10 മിനിറ്റ്. അത് കണ്ടപ്പോൾ തന്നെ കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി, ഏതൊക്കെ സെക്ഷനിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഇനി ഇത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിച്ചാൽ മതിയല്ലോ, കാരണം C സെക്ഷനൊന്നും എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായി. നമുക്ക് ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും പിന്നെ ഏതെങ്കിലും ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരിക. പിന്നെ 10 മാർക്കിന് വേറെ ഏതെങ്കിലും വരണം, അത് ജസ്റ്റ് ഒന്ന് നോക്കാന്നുള്ളതുള്ളൂ. അല്ലാതെ അതിനൊന്നും വേണ്ടി കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ A and B ഏകദേശം ഫുൾ ഏതൊക്കെ വരും എന്തൊക്കെ വരും എന്നൊക്കെ മനസ്സിലായി. C സെക്ഷനും അതേപോലെ എന്തൊക്കെ വരും മനസ്സിലായി. സോ ഇതൊക്കെ ഇനി ഇരുന്ന് റിവൈസ് ചെയ്താൽ മതി. പിന്നെ ഇവർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇത്തിരി കൂടി ഒരു മോട്ടിവേഷൻ കിട്ടാൻ സഹായിച്ചു. കാരണം എല്ലാവരും ഇത് മറന്നു പോകും. ടാക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പേപ്പർ ആയതുകൊണ്ട് എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ മറന്നു പോകും. അപ്പോൾ ഡെയിലി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്, നമ്മൾ ഓരോ പോർഷൻ വെച്ചിട്ട് എല്ലാ ദിവസവും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ക്രാക്ക് ചെയ്യാനായിട്ടുള്ളൊരു വഴി. അപ്പോൾ ഞാൻ ഇനി എല്ലാ ദിവസവും 1-2 ടോപ്പിക്ക് വെച്ചിട്ട് എല്ലാ ദിവസവും റിവൈസ് ചെയ്യും. പഠിച്ചതാണെങ്കിലും പിന്നെയും പഠിക്കും. ക്വസ്റ്റ്യൻസും അതിൻ്റെ സൈഡായിട്ട് ഇങ്ങനെ ചെയ്ത് പോകും. അല്ല നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഴുത് മറന്നു പോവുകയാണെങ്കിൽ ഈ ചെയ്യുന്നതൊക്കെ വേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിൽ നിന്ന് കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ആ വീഡിയോയിൽ നിന്ന് കിട്ടിയ മോട്ടിവേഷൻ വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ചെയ്ത് നോക്കി. ഓക്കെ ഗായ്സ്, ഇപ്പോൾ സമയം ഒരു 9 മണി ആവാനായി, 8:57 ഇനി പഠിക്കാൻ എനിക്ക് വയ്യ. ഇനി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് നോക്കണം, കുറച്ചും കൂടി നോക്കണം. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ആകെ ടയേർഡാണ്. രാവിലെ തുടങ്ങിയതല്ലേ ഓരോരോ പരിപാടികളായിട്ട്. അപ്പോൾ ഇനി ഇരുന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം റിവൈസ് ചെയ്യാം. നമുക്ക് ഇനി ഇരുന്നിട്ട് ഇൻകം ടാക്സ് റിവൈസ് ചെയ്യാം. അത് വലിയൊരു ബുദ്ധിമുട്ടില്ലല്ലോ, കാരണം 2-3 വട്ടം ഓൾറെഡി റിവൈസ് ചെയ്തതാണ്. അപ്പോൾ ഒന്നും കൂടി ആയി ജസ്റ്റ് ഒന്നിരുന്ന് വായിക്കാം. ഫുള്ള് വായിക്കാൻ പറ്റില്ല, ബേസിക് ആയിട്ടുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നിട്ടൊരു 10 മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങാം. അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. അപ്പോൾ ഇനി ഏതായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം. ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. നല്ല മൊരിഞ്ഞ വെള്ളയപ്പവും അതിൻ്റെ ഒപ്പം ചൂട് ചിക്കൻ കറിയും. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡും കഴിച്ച് ഡോഗ്സിനും കൊടുത്തിട്ട് നേരെ നമ്മൾ പഠിക്കാനിരുന്നു. ടാക്സിൻ്റെ ആദ്യത്തെ 2 ചാപ്റ്റർ പഠിക്കാനായിരുന്നു പ്ലാൻ. ഒരു 10:30 ആകുമ്പോഴേക്കും അത് തീരും. പിന്നെ ഈ വീഡിയോ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യണം. നിങ്ങൾ എത്ര പേര് നോട്ടീസ് ചെയ്തെന്ന് അറിയില്ല, ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും വരാറില്ല. അത് വേറൊന്നുമല്ല, എനിക്ക് എക്സാം സ്ട്രെസ് വന്നാൽ പിന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെന്ന് മൂഡ് ഉണ്ടാവില്ല. എന്നാലും ഇത് പെട്ടെന്ന് ചെയ്യാമെന്ന് മാത്രം. കാരണം നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ട് മോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ അതും ഒരു ലാഭമായില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്റ്റഡി വ്ളോഗ്സ് ഇങ്ങനെ ഇടുന്നത്.
ഓക്കെ, സോ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മൾ 2 ചാപ്റ്റർ നോക്കണം പറഞ്ഞിട്ട് ഞാൻ 3 ചാപ്റ്റർ നോക്കി തീർത്തിട്ടുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് തൊട്ട് നോക്കാൻ പറ്റുന്നുണ്ട്, ഓൾറെഡി 2-3 വട്ടം പഠിച്ചതുകൊണ്ട്. അപ്പോൾ ഇനി വലിയൊരു പ്രോബ്ലം ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ടെൻഷൻ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം നമുക്ക് ഓൾറെഡി പഠിച്ചതായതുകൊണ്ടൊന്ന് വായിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതലിരുന്ന് മുഷിയുന്നില്ല, ഞാൻ നല്ല ടയേർഡാണ്. സോ ഇനി ഇതിപ്പോൾ നിർത്തി വെച്ചിട്ട് ഈ വീഡിയോയിനെ എഡിറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങണം. അവസാനം വരെ കണ്ടതിന് ഒരുപാട് നന്ദി. ഇനിയും സ്റ്റഡി വ്ളോഗ്സും കാര്യങ്ങളും ടാക്സ് പേപ്പറിന് മുന്നേ തന്നെ വരും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.